ഇപ്പോൾ ഇത് 10 കൊല്ലത്തിനപ്പുറം നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകമാണ്. CPM-നകത്തെ ആഭ്യന്തര യുദ്ധത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കൊലപാതകം. അതോട്ടെ അത് UDF രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അന്ന് TPയുടെ ഭാര്യ ഇപ്പം UDF-ന്റെ ഭാഗമായിട്ട് MLA ആണ്. അപ്പോൾ 10 കൊല്ലത്തിനപ്പുറം നടന്ന ഒരു രാഷ്ട്രീയ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ നമ്മളിത് പ്രേക്ഷകരോട് പറയുമ്പം ഇതിനകത്തൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഇതിനകത്ത് CPM-ന് പോലെ അല്ലെങ്കിൽ LDF-ന് പോലെ CPM-ന് LDF എന്ന് പറഞ്ഞുകൂടാ, CPM-ന് പോലെ UDF-നും കോൺഗ്രസിനും കൈയുണ്ട്. അത് പറയാൻ കാര്യം ഈ കൊലപാതകം മലപ്പുറം സമ്മേളനത്തിന് ശേഷം നടന്ന ആഭ്യന്തര കലഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. മലപ്പുറം സമ്മേളനത്തിന് ശേഷം VS-ന്റെ ഭാഗത്തു നിന്ന് പാർട്ടി പിണറായിയുടെ ഭാഗത്താവുകയും അതിനുശേഷം ആ പാർട്ടി സർവാധിപത്യത്തിൽ ആക്കുന്നതിന് വേണ്ടി ഈ പിണറായി ശ്രമിക്കുകയും ആ VS-ന്റെ ഭാഗമാണ് ശരിയെന്ന് പറഞ്ഞ് മനോരമ ഉൾപ്പെടെയുള്ള VS ശരി എന്ന് പറയുമ്പോൾ VS-ന്റെ ഭാഗമാണ് ശരിയെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് TP ചന്ദ്രശേഖരൻ. ശശിധരനൊക്കെ നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട സംസ്ഥാനത്തുടനീളം ഉണ്ടായിരുന്നു. അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ അവരെല്ലാം പാർട്ടിക്കകത്തു നിന്ന് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ മാറിപ്പോവുകയൊക്കെ ചെയ്തു. അപ്പം ഓഞ്ചിയത്ത് അല്ലെങ്കിൽ TPയുടെ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കണ്ണൂരെക്കാട്ടി വലിയ പാർട്ടി സംവിധാനമുള്ള സ്ഥലമാണ്. അവിടെ പാർട്ടി ഗ്രാമങ്ങൾ കണ്ടമാനമുണ്ട്. അവിടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. പാർട്ടിക്ക് അപ്പുറം ഒരു വികാരവും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. പറഞ്ഞ മനസ്സിലായി, ദൈവവും അച്ഛനും അമ്മയും എല്ലാം പാർട്ടിയായിരിക്കുന്ന പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലം. അപ്പോൾ ആ പ്രദേശത്താണ് TP ചന്ദ്രശേഖരൻ്റെ പ്രസക്തി ഏറിയത്. TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മനുഷ്യസ്നേഹിയായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാവരുടെയും ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും എന്ത് കാര്യത്തിനും ഓടിച്ചെന്ന കാര്യങ്ങൾ തീർപ്പാക്കിയിട്ട് പോകുന്ന, മരണമായാലും കല്യാണമായാലും 28 കെട്ടായാലും അടിയന്തരമായാലും എല്ലാത്തിനകത്തും TP ഉണ്ടാവും. അതിനുശേഷം വീട്ടുകാര്യങ്ങൾ നോക്കും. വയ്യാത്തൊരു അമ്മയുണ്ട്, കണ്ണിനകത്ത് 3 നേരം മരുന്നൊഴിക്കാൻ TP വരുമെന്നായിരുന്നു പറയുന്നത് ഈ സമയത്ത് പോലും പൊതുപ്രവർത്തകർ. അപ്പം TP അവിടെ വേറെ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ മോഹനൻ മാഷിൻ്റെ പെങ്ങൾ അവരുടെ എല്ലാം കൂടെ ഉള്ള ഒരു പൊളിറ്റിക്സാണ്. കാരണം അവരെ കുടുംബപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഇവരെല്ലാം ബന്ധുക്കളുമാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ അവരുടെ എല്ലാം കൂടെ ഒരു പൊളിറ്റിക്സും ഈ വിഷയം വന്ന് VS-ന്റെ കൂടെ നിന്ന TP അതേ നാണയത്തിൽ നിൽക്കുകയും VS ആണ് ശരിയെന്ന് പറയുകയും പാർട്ടി ഇതുപോലെ തിരുത്തൽ ഭാഗങ്ങൾ വന്ന സമയത്ത് പാർട്ടി തിരുത്താതെ വരികയും പാർട്ടിക്ക് അഗൻസ്റ്റായിട്ട് അദ്ദേഹം RMP എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കി പോവുകയാണ് ചന്ദ്രശേഖരൻ. ശരിക്കും പറഞ്ഞാൽ അത് പാർട്ടി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടവണ്ണം ശ്രമിച്ചു. പാർട്ടി ഗ്രാമമായതുകൊണ്ട് പാർട്ടി പറയുന്നതിൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നവരത്. KR ഗൗരിയമ്മ പോയിട്ട് പാർട്ടി പറഞ്ഞെടുത്ത് പാർട്ടി ലൈനിൽ നിന്ന പാർട്ടിക്കാരാണ്. പക്ഷേ അവിടെ വന്നപ്പോൾ ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ സതീദേവി ഇദ്ദേഹം പിടിക്കുന്ന 10-30,000 വോട്ടിൻ്റെ ഭാഗം കൊണ്ട് അവിടെ തൂക്കിയാണ്. അവിടെ തൊട്ട് തുടങ്ങുന്ന വിഷയമാണ്. അപ്പം TPയെ തിരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ പലരെയും സംസാരിച്ചു തിരിച്ചു കൊണ്ടുവന്നു. TPയെ തിരിച്ചു കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ നടന്ന സംഭവം പറയുന്നത്. TPയെ തിരിച്ചു കൊണ്ടുവരാൻ പലതവണ ശ്രമം നടത്തി. എന്നിട്ട് എല്ലാവരും പിണറായി വിജയനെ പഴിക്കുമ്പോൾ ഒരു കാര്യം, പിണറായി അടുത്ത് 3 വട്ടം സംസാരിച്ച് TP തിരിച്ചു വരാൻ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ. അന്നേരം കണ്ണൂർ ലോബി P ചേരാൻ ഉണ്ട്. അപ്പം അവരൊക്കെ പക്ഷേ ഇതിനകത്ത് ഈ TP തിരിച്ചു വന്നാലും പോയാലും വേറെ ചില ആൾക്കാരുടെ ഭാവിയെ ബാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു കോഴിക്കോട്. പറഞ്ഞ മനസ്സിലായി കാണും. അതായത് TP അവിടെ നിന്നാൽ തന്നെ ഈ മോഹനൻ മാഷിൻ്റെയും യഥാദേവിയുടെയൊക്കെ ഭാവിയെ ബാധിക്കുകയും ഈ ഒരു ഓപ്പറേഷൻ ശരിക്കും പറഞ്ഞാൽ മോഹനൻ മാഷിൻ്റെ കെയർ ഓഫിൽ അന്ന് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പാർട്ടി ഘടകത്തെ അറിയിക്കുന്ന ഒരവസ്ഥയാണ്. TP തിരിച്ചു വന്നതിന് TP തിരിച്ചു വരാൻ വേണ്ടി പിണറായി നേരിട്ട് സംസാരിച്ചു 4 വട്ടം. ഒന്നും വെളിയിൽ ഇങ്ങനെ വന്നിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ പിന്നെ അന്നേരം ഒരു CPM പോലുള്ള പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ്. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ നടക്കുമല്ലോ. കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ പാർട്ടിക്ക് തള്ളിപ്പറയാൻ പരസ്യമൊക്കെ എടുത്തു. അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണ്. ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നല്ലോ. കാരണം അതിനകത്ത് ഇന്നോവ ഏർപ്പെടുത്തി, അതിനകത്ത് മുസ്ലിം തീവ്രവാദികളാണെന്ന് കാണിക്കാൻ വേണ്ടി മാഷാള്ള എഴുതി. പിന്നെ മാത്രമല്ല ഈ ഒരു കൊലപാതകം ചർച്ച ചെയ്യുമ്പോൾ കണ്ണൂർ കൊലപാതകങ്ങൾ ഇതുപോലെ തന്നെയാണ് നടക്കുന്നത്. പറഞ്ഞ മനസ്സിലായത് കൊലപാതകം ഈ നിഷ്ഠൂരമായ കൊലപാതകം TPയുടെ എന്ന് പറയുന്നത് ജയകൃഷ്ണ മാസ്റ്റർ കൊലപാതകം ഇതിനെക്കാട്ടി നിഷ്ഠൂരമാണ്. പല കൊലപാതകങ്ങളും നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കൊലപാതകം നടന്നു എന്ന് പറഞ്ഞ് എഴുതി പോയിട്ട് പോകുന്ന പോലെ കൊലപാതകത്തിൻ്റെ വെട്ടും കുത്തും അതിൻ്റെ ആ ബോഡിയൊക്കെ ഉണ്ട്. അതിനെക്കാട്ടി നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ വരുന്നുണ്ട്. TPയുടെ കൊലപാതകം എന്ന് പറഞ്ഞാൽ തല നമ്മൾ വണ്ടി കയറി തണ്ണിമത്തനാവുന്ന പോലെ ആയിപ്പോൾ അതുപോലെ വെട്ടി പെരുത്തുകളാണ്. മനസ്സിലായി. അത് ഇവർ നമ്മുടെ ഈ കൊല നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ അവർ വളരെ പ്ലാൻഡായിട്ട് ചെയ്തു. കാരണം ഏത് കത്തി ഉപയോഗിച്ച് ആ കൊലപാതകം നടത്തിയെന്നറിയാതിരിക്കാൻ വേണ്ടി. കാരണം ഇത് അളക്കാൻ പറ്റത്തില്ല. അതുപോലെ നമ്മൾ ഇറച്ചി അതിന് വേണ്ടിയാണ്. അത് കോടതി വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ അത്
വ്യത്യസ്തമായിട്ട് ഇത് ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ നടന്നൊരു കൊലപാതകവും ആഭ്യന്തരമന്ത്രി, ഞാനീ പറഞ്ഞ കഥ അവിടെ വെച്ച് എല്ലാവർക്കും പങ്കുണ്ടെന്ന് പറയുന്നതിന്റെ കഥയാണ് പറഞ്ഞത്. അപ്പം അതിനകത്ത് പിണറായി വിജയൻ പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറി ആവുകയും പിന്നെ ഓട്ടോമാറ്റിക്കലി പാർട്ടി ഏറ്റെടുത്തില്ല. പിണറായി വിജയൻ വളരെ പച്ചയായിട്ട് വന്നിരുന്ന ഇത് CPM അല്ല കൊന്നതെന്ന് പറഞ്ഞു. ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ. ഒരു കാര്യം ഞാൻ പറയാം, അന്ന് ഇപ്പം ഈ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഈ മണ്ഡലത്തിൽ അല്ലെങ്കിൽ വടകരയിൽ സംഭവിച്ച കാര്യം പിണറായി വിജയൻ അല്ലായിരുന്നു CPM-ന്റെ പാർട്ടി സെക്രട്ടറി എങ്കിൽ സംസ്ഥാനത്തുടനീളം സംഭവിച്ചേനെ. കാരണം ഇന്നും വടകരയിൽ നിന്ന് TP-യുടെ കൊലപാതകത്തിൽ നിന്ന് ആ പാർട്ടിക്ക് കരകയറാൻ സാധിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ട്, ജയിക്കുന്നില്ല. അല്ലാതെ വേറെ പാർട്ടി സംവിധാനം ഇല്ലാഞ്ഞിട്ടല്ല, കണ്ണൂരെ കാട്ടി പാർട്ടി സംവിധാനം ഇപ്പോഴും ഉള്ള വടകര തന്നെ. അപ്പം ആ TP എന്നുള്ള വികാരം അവിടെ ഇപ്പം നിൽക്കുന്നു. ഇത് മൊത്തം കേരള സംസ്ഥാനത്ത് മൊത്തം അടയടിച്ചു ഈ കൊലപാതകം എന്ന് വെച്ചാൽ. അതുപോലെ റിപ്പോർട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ 40 ദിവസം രാവിലെ തുടങ്ങുന്ന 24 മണിക്കൂർ തുടങ്ങുന്ന ചർച്ച വൈകിട്ട് തീർക്കത്തില്ലായിരുന്നു. അതുപോലെ ചാനലുകൾ ഏറ്റെടുത്തപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയുടെ ഒറ്റ ബോഡി ലാംഗ്വേജിൽ നിന്ന പാർട്ടിയാണ് CPM. ഒരു കുഴപ്പമില്ല. പുള്ളിയുടെ പത്രസമ്മേളനം ഒരു ശൈലി ഉണ്ടല്ലോ, ഒന്നുമില്ല. ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് തിരിച്ചു വന്ന പാർട്ടിയാണ് CPM. നമ്മൾ ഈ പറയുമ്പോൾ പിണറായിയുടെ ശൈലിയെ പറ്റി പറയുമ്പോൾ ഇപ്പൊ എല്ലാവരും അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ പറയുന്ന ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള ഞാൻ പറഞ്ഞു അന്നും പിണറായി എതിരായിട്ടുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞുതരാം. പിണറായി വിജയൻ അല്ല, ഞാൻ താക്കീതല്ല. പിണറായി സന്ദേശമാണ് കൊടുക്കുന്നത്. അല്ലല്ല, പിണറായി വിജയൻ അന്നും ഈ കൊലപാതകത്തിനകത്ത് ഡയറക്റ്റ് പങ്കില്ല. അതെ, പിണറായി വിജയൻ ഏക്കുവാ, ഇപ്പോഴും പിണറായി വിജയൻ പഴിയേക്കുക. അതിനുശേഷം ഈ കൊലപാതകത്തിൽ പാർട്ടി താഴെ തട്ടിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. വേറെ നമുക്ക് പാർട്ടി ഏകദേശം പാർട്ടിയെ പറ്റി അറിയാവുന്നവർക്കല്ല അറിയാം. ഏത് കാര്യമാണെങ്കിലും പാർട്ടി ഘടകങ്ങൾ ആലോചിച്ചാൽ വരുന്നത്. പ്രത്യേകിച്ചും മലപ്പുറം കണ്ണൂരുള്ള സമയത്ത് അപ്പോൾ ഈ നമ്മുടെ ഇല്ല മറ്റേ മരിച്ചുപോയ ജയിലിൽ വെച്ച് ഫുഡ് പോയിസൺ വന്ന് മരിച്ചുപോയ മനുഷ്യനെ കുഞ്ഞനന്ദനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നു, അല്ലെ ഈ കൊലപാതകം അങ്ങനൊന്നും നടത്തുന്ന ആൾക്കാരൊന്നുമില്ല. ഇതെല്ലാം അറിവുണ്ടാവും ഈ പറയുന്ന പോലൊരു മനുഷ്യസ്നേഹിയൊക്കെ നമ്മളെ കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സൂചിച്ചെന്ന് വരത്തില്ല. യഥാർത്ഥ കാര്യമാണ്. ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളും ഗൂഢാലോചന കേസിൽ പ്രതിയാവും. ഈ ഗൂഢാലോചന കേസിൽ യഥാർത്ഥത്തിൽ കൊലപാതകമായിട്ടുള്ള തിരുവഞ്ചൂർ രാജൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. തിരുവഞ്ചൂരി കേസ് അന്വേഷിക്കാൻ തുടങ്ങി. അതുവരെ പാർട്ടിക്ക് നടന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ പാർട്ടി കൊലപാതകങ്ങൾ പാർട്ടിക്കാർ കൊടുക്കുന്ന ആൾക്കാർ മാത്രമേ പ്രതിയാവത്തുള്ളൂ. അന്നാണ് ചരിത്രം മാറുന്നത്. അന്ന് അദ്ദേഹം ഉപയോഗിച്ച ഉദ്യോഗസ്ഥന്മാർ പാർട്ടി ഗ്രാമങ്ങളിൽ കയറി, പണ്ട് പാർട്ടി ഗ്രാമങ്ങളിൽ ഗർഭപാത്രം പോലെ സുരക്ഷിതമാണെന്ന് അതുവരെ CPM കരുതുന്ന മൊത്തം അവിടുന്ന് ആൾക്കാരെ പറക്കി. ആകപ്പാടെ CPM-ന് ഇതുവരെ ഇല്ലാത്തോണം ക്രൈസിസ് ഉണ്ടായി. തിരുവഞ്ചൂർ വലിയ രാഷ്ട്രീയക്കാരനാണ്, മനസ്സിലാവുന്നുണ്ട്. എന്ന് വെച്ചാൽ പറക്കി എല്ലാ പ്രതികളെയും കൊണ്ടുവന്ന് മോഹനൻ മാഷിനെ വരെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ വന്നു. മോഹൻ മാഷിനെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ പാർട്ടിക്ക് മനസ്സിലായി മേപ്പോട്ട് പോകുന്നു. കാരണം മതിയല്ലോ, ഫോൺ കോളുകൾ മതിയല്ലോ, ഗൂഢാലോചനയ്ക്ക് കേസെടുക്കാമല്ലോ. മേപ്പോട്ട് പോയ പിണറായി വിജയനിൽ എവിടെ വെക്കും? അവിടെ വെച്ച് കോടിയേരി ബാലകൃഷ്ണനായിട്ട് തിരുവഞ്ചൂർ രാഷ്ട്രം കോടിയേരി തിരുവഞ്ചൂരിനെ വിളിക്കുകയാണ്. കോടിയേരിയും തിരുവഞ്ചൂരും നമ്മൾ ഞാനതാ പറഞ്ഞ ഇതിനകത്ത് എല്ലാവർക്കും ബന്ധമാണ്. കോടിയേരിയും തിരുവഞ്ചൂരും തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധം വന്നു. ഒരു കുടുംബപരമായിട്ടെല്ലാം എന്ത് കാര്യം പറഞ്ഞു ഇത് നിർത്തണമെന്ന് പറഞ്ഞു, ഇവിടം കൊണ്ട് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് മോഹൻ മാഷിനെ വെച്ചിട്ട് മോഹൻ മാഷിനെ ഗൂഢാലോചന ഒരു പരുവത്തിലാക്കി രക്ഷപ്പെടത്തക്ക രീതിയിൽ ആ കേസ് ഫൈൻഡ് ചെയ്ത് വെളിവിടുന്ന ഒരു സംവിധാനമുണ്ട്. ഞാനീ പറഞ്ഞത് TP-യെ കൊന്നത് CPM ആണ്. അതിനകത്ത് പിണറായി അത്രയും പോകുന്നില്ലെങ്കിലും CPM-ന് അതിനകത്ത് പങ്കുണ്ട്. പക്ഷേ TP-യുടെ നിങ്ങളീ പറയുമ്പം സംശയം കിടക്കുന്നത് എന്തിനാണ് ഇപ്പം പിണറായി പെട്ടെന്ന് ഒരു നിയമസഭയ്ക്കകത്ത് ഈ സബ്മിഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തത്? അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം വേണ്ടി കൊന്നവരാണ് ഈ പ്രതികൾ. അതിനകത്ത് ആർക്കെതിരായിട്ടുള്ള എവിടെയാണ് സന്ദേശം? ഇത് ഈ പിണറായി കൊടുക്കുന്ന ആർക്കുള്ള സന്ദേശമാണ്? മോഹൻ മാഷിനെതിരായിട്ടാണോ, മോഹൻ മാഷിനും ടീമിനും എതിരായിട്ടാണോ, അതോ പിന്നെ മറ്റേതെങ്കിലും കാര്യമാണ്, അതോ തിരുത്തലിന്റെ ഭാഗമായിട്ടാണ്? എന്താണ് ആ സന്ദേശം? അല്ല, അത് പറയാം. ഇപ്പം ഈ ഇത് പറഞ്ഞല്ലോ, തിരുവഞ്ചൂർ രാഷ്ട്രൻ അതിനകത്ത് സഹായിച്ചാണ് ആ കേസ് അവിടെ വെച്ചത്. അതിനുശേഷം കേസ് അതിനനുസരിച്ച് പ്രൊസീജിയർ നടന്നു, ആൾക്കാരെ ശിക്ഷിക്കുന്ന കാര്യമുണ്ടായി. ഇപ്പം രണ്ടാമത് പരോൾ പോലും കൊടുക്കുക 20 കൊല്ലത്തെ ശിക്ഷയായി. ഇപ്പം ജയിൽ സൂപ്രണ്ട് അല്ലെങ്കിൽ ജയിലിൻ്റെ ഉത്തരവാദിത്തമുള്ള DGP-യുടെ കയ്യിൽ ആ ഒരു 10 കൊല്ലം മര്യാദയ്ക്ക് നടന്ന ആൾക്കാരുടെ ലിസ്റ്റിനകത്ത് ഇവിടെ ലിസ്റ്റ് കയറി വന്നെന്നാണ് പറഞ്ഞത്. ഗവൺമെൻറ് പറയുന്നത് ഗവൺമെൻറ് അറിഞ്ഞില്ലെന്ന്, ഉദ്യോഗസ്ഥർ പറയുന്ന താഴത്തുള്ള ഉദ്യോഗസ്ഥർ. ഇത് എന്തുവായാലും ആരും അറിയാതെ ഈ സംഭവം നടക്കത്തില്ല, പറഞ്ഞു മനസ്സിലായി. അതിനകത്ത് ഒരു പക്ഷേ നടക്കത്തില്ല. പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ടാൽ മതി.
മുഖ്യമന്ത്രി ഡയറക്റ്റ് ഇടപെടൊന്നും വേണ്ട. പി ശശിയ പൊളിറ്റിക്കൽ സെക്രട്ടറി, ഞാൻ പറയാം പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. എന്താണ് ഈ സന്ദേശം? പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ടാൽ മതി. പറഞ്ഞ മനസ്സിലായി. പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ടിട്ട് അതിങ്ങനെ ഒന്ന് കയറ്റി വിട്ടേരെ, അതിനകത്ത് ആരും അറിയാതെ പോകുന്നത് അങ്ങനൊന്നും പോകത്തില്ല. കാരണം ഇതിന് നിയമനിർമ്മാണം നടത്തിയ ജയരാജനുണ്ട് ഈ ഉപദേശ സമിതിയിൽ, ഉണ്ടാക്കുന്ന സമിതിയിൽ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതാണ് ഇതിന്റെ പല തലങ്ങളുണ്ട്. ഇപ്പം ഈ ഗവൺമെന്റിന് വേണമെങ്കിൽ ബാലകൃഷ്ണപിള്ള ശിക്ഷിച്ച വെറുതെ വിട്ടത് ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്തിയ ആൾക്കാരെയൊക്കെ വിളിവിടാം. അതിനൊക്കെ നിയമമൊക്കെ ഉണ്ട്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. അതിനൊക്കെ നിയമമുണ്ട്. അതിന് നിയമം ഉണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ ഗവൺമെന്റ് ആലോചിച്ചാൽ മതി. അതിനൊക്കെ വേണം സാധിക്കും. പക്ഷേ ഇതിനകത്ത് ഇപ്പം ഈ നിങ്ങളൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ പൊതുജനം പറയുന്നത് പോലെ ഈ ഒരു വല്ലാത്ത അവസ്ഥയിൽ പാർട്ടി നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു കാര്യം കൂടെ വരുമ്പോൾ പാർട്ടിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു. പിന്നെ മാത്രവുമല്ല, ഇത് യാതൊരു കാരണവശാലും പിണറായി ഡയറക്റ്റ് അറിഞ്ഞുകൊണ്ടുള്ള കാര്യമായിരിക്കത്തില്ല. അതിനകത്ത് അതിന്റെ കീഴിലുള്ള ആൾക്കാരായിരിക്കും. അതിനകത്ത് എന്ത് പൊളിറ്റിക്സ് എന്ന് പറയാൻ പറ്റത്തില്ല. പൊളിറ്റിക്സിന്റെ കാര്യം അങ്ങനെ പറഞ്ഞ മനസ്സിലാവുന്നു. പൊളിറ്റിക്സ് മാത്രമല്ല, അതിനകത്ത് ഒരു സന്ദേശമുണ്ട്. പൊളിറ്റിക്സിന്റെ കാര്യം പുറത്ത് വരും, വരുമായിരിക്കും പൊളിറ്റിക്സിനകത്ത്. അപ്പം അത് ഇത് പറഞ്ഞ് പിണറായി അറിയാതെ പറഞ്ഞ് കേട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഈ അതായിരിക്കും അനുഭവം എന്ന് ഒരു രാഷ്ട്രീയ സന്ദേശം പിണറായി വിജയൻ ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നതായിരിക്കും പറഞ്ഞത്. ആയിരിക്കാം, നമ്മുടെ ഒരു കണക്കുമില്ല. അപ്പം നമ്മളീ പറഞ്ഞു വരുന്നത് ഈ ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കൊലപാതകത്തിന് പിന്നിൽ CPM-നുള്ളതിൻ്റെ അത്രയും തന്നെ അത്രയും തന്നെ ഉത്തരവാദിത്വം കോൺഗ്രസിനുമുണ്ട്. പറഞ്ഞ മനസ്സിലായി. അതിനകത്ത് ഈ തെളിവുകൾ, എല്ലാ തെളിവുകളും, പിന്നെ നമ്മുടെ ഇദ്ദേഹം വന്നല്ലോ, രമേശ് ചെന്നിത്തല വന്നല്ലോ. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിട്ട് NSSന്റെ താക്കോൽ സ്ഥാനം വേണമെന്ന് പറഞ്ഞ അദ്ദേഹത്തെ മാറ്റി എല്ലാ ഡിജിറ്റൽ തെളിവുകളും അവിടെ വെച്ച് മേടിച്ച് അദ്ദേഹം കൈക്കലാക്കിയിട്ടാണ് ഇത് ഈ കൊടുക്കുന്നത്. രമേശ് ചെന്നിത്തല പിന്നെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കി, ഒന്നും കിട്ടാത്ത അവസ്ഥ വന്നു. അതാണ് ഇദ്ദേഹം തിരുവഞ്ചൂർ വഴപ്പം പറയുന്നത്, എന്നോട് കൂടി അവസാനിച്ചോട്ടെ ഇതിന്റെ വാസ്തവങ്ങളെന്ന് പറഞ്ഞു. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കും. എന്തായാലും ഈ പിണറായി വിജയന്റെ ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ നല്ലൊരു സന്ദേശമുണ്ട്. അത് ഏതെല്ലാം 3-4 തലങ്ങളുണ്ട്, ആ സന്ദേശം എവിടേക്ക് എത്തും എന്നുള്ളത് നമുക്കത് പിന്നീട് വിലയിരുത്താൻ പറ്റുന്നതാണ്, പുറത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. അല്ല പിണറായി വിജയന്റെ അതിനകത്ത് അവിടെ രാഷ്ട്രീയം നമുക്ക് എന്താണെന്ന് അറിയില്ല. ഒരു പക്ഷേ ഇത് ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റിന് ദോഷം വരുന്ന രീതിയിലും അല്ലെങ്കിൽ കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം കാര്യങ്ങൾ ചെയ്യുന്നതിനും ഉള്ള താക്കീതായിട്ട് ഈ സസ്പെൻഷൻ വരാം. പിന്നെ അതിനകത്തെ ആന്തരിക പൊളിറ്റിക്സ്, CPM-നകത്ത് പൊളിറ്റിക്സ് നമുക്കറിയാൻ പറ്റില്ല. ഉണ്ടെന്ന് എല്ലാവരും പറയുന്ന പോലെ നമുക്ക് പറ്റില്ല. ഈ വിഷയം അല്ലെങ്കിൽ അത് വീണ്ടും പിണറായിയുടെ പുറത്തോട്ട് വരുന്ന ഒരു അവസ്ഥ വരികയും ഒക്കെ വന്നപ്പോൾ ഒരു പക്ഷേ പിണറായി അത്തരത്തിലൊരു നടപടി എടുത്തായിരിക്കും. എന്തായാലും TP എന്ന് പറയുന്ന കൊലപാതകത്തിന്റെ പിന്നിൽ CPM-ന് പങ്കുള്ളതുപോലെ കോൺഗ്രസിനും പങ്കുണ്ട്. അതിന്റെ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ലാഭം എപ്പോഴും കോൺഗ്രസിനാണ്. സ്വന്തം ഭാര്യയ്ക്ക് പോലും അതിന്റെ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ലാഭം ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നതായിരിക്കും ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.